റബീഉൽ അവ്വൽ 12 ദിനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പണ്ഡിതന്മാർ പോലും ഏകോപിക്കാത്ത വിഷയത്തിൽ, പണ്ഡിതന്മാർക്ക് പോലും ഏകോപനമില്ല ആ വിഷയത്തിൽ, റബീഉൽ അവ്വൽ 12 അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനമെന്ന് പൂർണ്ണമായി ഉറപ്പിച്ച് അതേ ഇജ്മാഉകൂടി ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അതേ അതുമുണ്ട്, റമദാനിലാണെന്നുണ്ട്, വ്യത്യസ്തങ്ങളായ മാസങ്ങൾ അവർ എണ്ണി പറയുന്നുണ്ട്. എന്നാലോ അവരൊക്കെ ഏകോപിച്ച കാര്യം വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത് അത് റബീഉൽ അവ്വൽ 12 എന്നുള്ളതിൽ ഒരു പണ്ഡിതന്മാർക്കും എതിരഭിപ്രായങ്ങളില്ല, ഒരു പണ്ഡിതനും എതിരഭിപ്രായമില്ല. അത് കൃത്യമായി അവർ രേഖപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 പ്രത്യേകമായ ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല. അതെ, എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് വളരെയധികം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ജന്മദിനത്തോടനുബന്ധിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകം പുണ്യം കൽപ്പിച്ച് ചെയ്യുന്ന ഇബാദത്തുകൾ യഥാർത്ഥത്തിൽ ബിദ്അത്തുകളാണ്. കൂലിയല്ല കിട്ടുന്നത്. അന്ന് റാലിക്ക് മിഠായി കൊടുത്താൽ കൂലി കിട്ടില്ല, ശിക്ഷ കിട്ടും, യാതൊരു സംശയവുമില്ല. അന്ന് റാലിയുടെ കൂടെ സഞ്ചരിച്ചാൽ കൂലി കിട്ടില്ല, ശിക്ഷയാണ് ലഭിക്കുന്നത്. എന്റെ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്താക്കി പഠിപ്പിക്കാത്തൊരു കാര്യത്തെ ഇബാദത്താക്കി ചിത്രീകരിച്ച് പുണ്യം പറഞ്ഞ് വണ്ണം പറഞ്ഞ് അതിന് കൂലിയുണ്ടെന്ന് പറഞ്ഞ് ഇത് ഇസ്ലാം ദീനിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല. അത് വലിയ അപകടമുള്ള കാര്യമാണ്. അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. എല്ലാ മിമ്പറുകളിലും ഇന്നത്തെ വെള്ളിയാഴ്ച പറഞ്ഞ വിഷയമുണ്ടല്ലോ, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ് എന്ന് അതൊരു കൗതുകത്തിന് വേണ്ടി പറയുന്ന വാചകമല്ല. ബിദ്അത്തിന്റെ ഗൗരവത്തെ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കാനും അറിയിക്കാനും ആവർത്തിച്ച ഖുത്ബകളിലൂടെ ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ ശൈലിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ എടുത്തിട്ടുള്ളതെങ്കിൽ സഹോദരങ്ങളെ പേടിക്കേണ്ടതുണ്ട്. റബീഉൽ അവ്വലിന്റെ ദിനങ്ങളിൽ പ്രത്യേകമായ പലതും നടക്കുന്നു. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്ന കാര്യമാണ്. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ആരെങ്കിലും ഒരു അമൽ ചെയ്തു, റബീഉൽ അവ്വൽ മാസത്തിൽ 12 നബിദിനം എന്ന ആഘോഷം ആരെങ്കിലും ചെയ്തു, എന്നാലോ നാം കൽപ്പിക്കാത്ത ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യമാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടില്ല. അവിടെ നീ എത്ര വർഷം ജീവിച്ചു? 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി, 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. 23 വർഷം ഈ ദുനിയാവിൽ റബീഉൽ അവ്വലിൽ പ്രവാചകനായി ആ മുത്തു നേതാവ് ജീവിച്ചിട്ട് 23 റബീഉൽ അവ്വലുകൾ കടന്നു പോയിട്ട് ഒരു റബീഉൽ അവ്വലിൽ സ്വഹാബ, ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ് ട്ടോ സ്വഹാബ, ഈത്തപ്പഴങ്ങൾ കൊണ്ട് മദീനയെ പുളകിതം കൊള്ളിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. അതേ, പ്രവാചകന് പരിചയമില്ല ഈ ഏർപ്പാട്, അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടില്ല ഈ ഏർപ്പാട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകത ഒന്നും കൽപ്പിച്ചിട്ടില്ല റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു നിസ്സാരമായ വിഷയമല്ല, ഗൗരവമില്ലാത്ത വിഷയമല്ല. അതേ, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, നമ്മൾ എന്തിനാണ് അതൊക്കെ നോക്കുന്നത് എന്ന് ചിത്രീകരിക്കുന്ന, എന്ന് ലാളിത്യം കാണിക്കുന്ന ഒരു രൂപമല്ല, മറിച്ച് അതിനോടൊരു ഗൗരവം ഉണ്ടായിരിക്കണം. പാടില്ല എന്ന് കൃത്യമായി ബോധ്യം ആദ്യം ഉണ്ടാക്കണം, എന്നിട്ട് സമൂഹത്തെ പഠിപ്പിക്കണം. പ്രവാചകൻ ചെയ്തിട്ടില്ല. ആരോട് ചോദിച്ചാലും, നിങ്ങൾ ആരോട് എത്ര വലിയ ആളുകളോട് ചോദിച്ചാലും അവരൊക്കെ പറയും ഇല്ല, അല്ലാഹുവിന്റെ റസൂല് റബീഉൽ അവ്വൽ 12 നബിദിനം എന്ന ആഘോഷം ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ നടത്തിയിട്ടില്ല. അടുത്ത ചോദ്യം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല, എന്നാലോ അല്ലാഹുവിന്റെ റസൂലിനെ അത്രയധികം സ്നേഹിച്ച അബൂബക്കറോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല, നബിദിനം ആഘോഷിച്ചിട്ടില്ല, നബിദിനത്തിന്റെ പേരിൽ ഒരു ഏർപ്പാട് നടത്തിയിട്ടില്ല. അവർക്കറിയില്ല ഈ ഏർപ്പാടിനെ കുറിച്ച്.
കുറിച്ച്. ഇനിയോ വാളൂരി പിടിച്ച് പ്രവാചകൻ വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പരിചയമുണ്ടോ? ചോദിച്ചു നോക്ക്. ഇല്ല, അവിടത്തേക്ക് പരിചയമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദുന്നൂറൈൻ എന്നറിയപ്പെടുന്ന രണ്ട് പ്രകാശത്തിന്റെ ഉടമ, പ്രവാചകന്റെ രണ്ട് മക്കളെ വിവാഹം ചെയ്ത മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പരിചയമുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് പരിചയമില്ല. ഇനിയോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നാലാമത്തെ ഖലീഫയാണ്, അദ്ദേഹത്തിന് പരിചയമുണ്ടോ? ഈ ഏർപ്പാട് അദ്ദേഹത്തിന് അറിയോ? ഇല്ല. പോട്ടെ, ഏതെങ്കിലും ഇമാമിങ്ങൾക്കറിയോ? ഇമാം ശാഫിഈ അദ്ദേഹത്തിന് അറിയോ? ഇമാം നബവിക്ക് അറിയോ? അബൂ ഹനീഫക്ക് അറിയോ? മാലിക്കിന് അറിയോ? അതേ സഹോദരങ്ങളെ ചോദിക്കണം. ഇവിടെ ആരെങ്കിലും ആ നിലക്ക് അതിനെ അനുകൂലിക്കുന്ന അതൊക്കെ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇത്ര വരുന്ന ഇമാമിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഈ ഏർപ്പാട് പുതിയതല്ലെങ്കിൽ പിന്നെ ഏതിനെയാ പുതിയതെന്ന് പറയാൻ മുസ്ലിം ഉമ്മത്തിന് പറ്റുക? ഏത് കാര്യത്തെയാണ് ബിദ്അത്ത് എന്ന പേരിട്ട് വിളിക്കാൻ പറ്റുക? ചിന്തിക്കണ്ടേ? ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു പഠിപ്പിക്കാത്തൊരു കാര്യത്തെ അവന്റെ ദീനിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അത് ദീനാണെന്ന് പറയുമ്പോ റബ്ബിന്റെ പേരിൽ ഇല്ലാത്തത് വാദിക്കലല്ലേ? റബ്ബിന്റെ പേരിൽ ഇല്ലാത്തത് പറയലല്ലേ? പാടില്ല സഹോദരങ്ങളെ, ഗൗരവമാണ്. വാപ്പാനെ കുറിച്ച് പറഞ്ഞാൽ സഹിക്കാത്ത നമുക്ക് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ പറ്റും? അവിടുത്തെ പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമിച്ചാൽ എങ്ങനെ സഹിക്കാൻ പറ്റും? സഹോദരങ്ങളെ, വാപ്പയേക്കാൾ ഇഷ്ടപ്പെടണേ പ്രവാചകനെ. ആരും മുഅ്മിനാകില്ല, നിങ്ങൾ ആരും ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ആ ഹബീബിനെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനീങ്ങളാകില്ല എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കാത്തത് ജീവിതത്തിൽ പകർത്തി സ്വീകരിച്ചിട്ടല്ല ആ പ്രവാചകനോടുള്ള സ്നേഹം പുലർത്തേണ്ടത്. ആ